ഹലോ ഗൈസ്, ഇന്ന് അമ്മേൻ്റെയും മോൻ്റെ ഒരു കറക്കമാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. അമ്മേൻ്റെയും മോൻ്റെ ഡേറ്റാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഞങ്ങൾ എവിടെയോ തേണ്ടി അലച്ച് പോവുകയാണെന്ന്. അല്ല ഗൈസ്, ഞാൻ സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കാൻ പോവുകയാണ്. എന്തിന് പോവുകയാണെങ്കിലും ഞങ്ങൾക്കത് ഡേറ്റ് തന്നെയാണ് കേട്ടോ. ഇനി എവിടേക്കാണ് ഞാനിത് സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കണമെന്നല്ല, ഇനി ഒരു ഡ്രസ്സിൻ്റെ വക്കടിക്കാനാണെങ്കിൽ കൂടി ഞാൻ പോകേണ്ടത് ദൂരങ്ങൾ താണ്ടിയാണ് ഗൈസ്. എൻ്റെ വീടിൻ്റെ അവിടെയാണ് ഞാൻ എപ്പോഴും സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി കൊടുക്കാറ് കേട്ടോ. കാരണം എനിക്ക് രജിതേച്ച് സ്റ്റിച്ച് ചെയ്താൽ മാത്രമേ ഒരു പെർഫെക്ഷൻ വരും, ഒരു കംഫർട്ട് വരുള്ളൂ. അപ്പോൾ എപ്പോഴും ഞാൻ അധികവും എനിക്ക് സ്റ്റിച്ച് ചെയ്യാനുണ്ടെങ്കിൽ ഞാൻ അവിടെ തന്നെ കൊടുക്കുക കേട്ടോ. കുറേ നേരം ബസ് കാത്തു നിന്ന് മടുത്ത് ഞങ്ങൾ കെട്ടാങ്ങിലേക്ക് ഓട്ടോറിക്ഷ കയറി അവിടെ നിന്ന് വേറെ ബസ് കാത്ത് നിൽക്കുകയാണ്. അങ്ങനെ ആ കമ്പീൻ്റെ മുകളിൽ കയറി നിന്നപ്പോൾ ചെക്കൻ്റെ ചന്തി പൊളി ഗൈസ്. അതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. കുറച്ച് നേരത്തെ കാത്തിരിപ്പിനൊടുവിൽ ഞങ്ങൾക്ക് ബസ് കിട്ടി. അപ്പോൾ ഡയറക്റ്റ് ചെറുപ്പയിൽ പോയി ഇറങ്ങുന്ന ബസ് കിട്ടി കേട്ടോ. അങ്ങനെ അല്ലുട്ടിന് ആദ്യം സീറ്റ് കിട്ടാത്തതിന് ഭയങ്കര ഇതൊക്കെ, എനിക്ക് എവിടെ ഇതിൽ സീറ്റ് എന്നൊക്കെ പറയാനായിട്ട് തോന്നുന്നു. അച്ഛൻ ഇതിൽ ബുക്ക് ചെയ്ത് വെച്ചാണ്. പക്ഷേ എന്ത് ചെയ്യാനമല്ല, എങ്ങനെയൊക്കെയോ എൻ്റെ പേരും പറഞ്ഞിട്ട് സീറ്റ് മതി കിട്ടിയിട്ടോ. പെണ്ണുങ്ങളാണ് എണീറ്റിടാൻ ഭയങ്കര മടിയിട്ട്, ആണുങ്ങൾ പിന്നെയും കുട്ടികളെ കൊണ്ട് കയറണോ കണ്ടിട്ടിൽ മാറി തിരിഞ്ഞ് ചെയ്യും. എൻ്റെ സൗണ്ടിൽ ചെറിയൊരു വേരിയേഷൻ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ? ഉണ്ട് ഇല്ലെങ്കിലും ഉണ്ട് എന്ന് പറയണം. കാരണം എനിക്ക് കോൾഡാണ് ഗൈസ്. അയ്യോ എനിക്ക് വയ്യ, തീരെ വയ്യ. പക്ഷെ എന്ത് ചെയ്യാനാ, ഞാൻ വയ്യെങ്കിലും ഞാൻ ഇതൊക്കെ പറയും, എനിക്ക് പറയണം. അല്ല പിന്നെ ബസ്സിലിരിക്കുന്നത് ഓരോരോ വീഡിയോ ഒക്കെ കാണുമ്പോൾ നമുക്ക് കൊതിയാവും. പക്ഷെ ഇരുന്ന് കഴിഞ്ഞാൽ ഇതാണ് അവസ്ഥ കേട്ടോ. ഫ്രീ ഹെയറും കൂടിയാണ്, പിന്നെ പറയുകയും വേണ്ട. അല്ലുട്ടനും ഉണ്ട്, മടിയിൽ ഒരു കവറും ഉണ്ട്, ഞാനും ഉണ്ട്. എൻ്റെ പൊന്നോ, എന്തൊക്കെയോ കാണിച്ചൊരുവിധം അവിടെ എത്തിപ്പെടാനുള്ള തത്രപ്പാടിലായിരുന്നു ഞാൻ. ഡ്രൈവർ ബസ് ഓടിക്കുകയാണെങ്കിൽ അതിലും കൂടുതൽ കോസ്റ്റ് കാണിച്ചുകൊണ്ടിരുന്നത് ഞാനായിരുന്നു. അങ്ങനെ ചെറുപ്പം ഇറങ്ങി ഓട്ടോ വിളിച്ച് നേരെ രജിതേച്ചിനെ വീട്ടിലേക്ക് വെച്ച് പിടിച്ചു. ഇത്തവണ എനിക്ക് കുറേ അധികം ചെയ്യാനുണ്ട് കേട്ടോ. കാരണം വക്കടിക്കാനുള്ളത് തൊട്ട് ബ്ലൗസ് അടിക്കാനുള്ളത് വരെ ഉണ്ട്, കുറേ ഉണ്ട്. അപ്പോൾ എല്ലാം കൂടെ അരച്ച് പേർക്കി പോവുകയാണ് ചേച്ചീൻ്റെ അടുത്തേക്ക്. അങ്ങനെ ഞങ്ങൾ വേഗം ചെന്ന് ചേച്ചീൻ്റെ അടുത്തൊക്കെ കൊടുത്ത് എല്ലാം പറഞ്ഞ് ചിലതൊക്കെ അവിടെ നിന്ന് അടുപ്പിച്ച് അങ്ങനെ ഞങ്ങൾ ടാറ്റ ബേബിയെ പറഞ്ഞ് തിരിച്ചു പോരാണ്. അവിടുത്തെ രജിതേച്ചിൻ്റെ വീഡിയോ എടുക്കാനോട് മറന്നുപോയി ഗൈസ്. ഓട്ടോ കയറിയപ്പോഴാണ് ഓർമ്മ വന്നത്. പിന്നെ ഇറങ്ങിപ്പോയി എടുക്കാനുള്ള സാവകാശം എനിക്കില്ലായിരുന്നു. കാരണം ഞങ്ങൾ നേരെ ടൗണിലേക്കാണ് കേട്ടോ പോണത്. ഇനിയിപ്പോൾ അവിടെ എന്താണെന്നുള്ളത് ആണ് നിങ്ങൾ ചിന്തിക്കുന്നതെങ്കിൽ അല്ലുട്ടൻ്റെ ബർത്ത്ഡേൻ്റെ കുറച്ച് പർച്ചേസ്, അതാണ് നമ്മൾ ലക്ഷ്യം വെക്കുന്നത്. അങ്ങനെ ഞങ്ങൾ പോകുമ്പോൾ തന്നെ സത്യം പറയണത് നല്ല വൈകുന്നേരമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തിരിച്ചു വരുന്ന കാര്യത്തിൽ ഏകദേശം ഒരു ധാരണ ഉണ്ട്. എന്നാലും ഞങ്ങൾ പ്രതീക്ഷിച്ചതിന് അപ്പുറമായിരുന്നു. അതെന്താണെന്നുള്ളത് അടുത്ത വ്ളോഗിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ. ഇപ്പോൾ ഞങ്ങൾ ബസ് ഇറങ്ങി ഇതാ ഇങ്ങനെ അറിഞ്ചം പുറിഞ്ചം നടന്നുകൊണ്ടിരിക്കുന്നത് എങ്ങോട്ടെന്ന് വെച്ചാൽ നമ്മൾ റീനമ്മയുടെ അടുത്ത് പോവാണ് ഗൈസ്. അമ്മ വർക്ക് ചെയ്യുന്നത് ട്രിനിറ്റി ഹോസ്പിറ്റലാണ്. കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നത്, മേ ബി പുതിയ സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കണം. അപ്പോൾ അവിടെ ക്യാൻറ്റീൻ ഇൻചാർജ് ആയിട്ടാണ് അമ്മ വർക്ക് ചെയ്യണത്. അപ്പോൾ നമ്മൾ കയറി ചെന്നപാട് അമ്മ അതാ എന്തൊക്കെയോ പണി തിരക്കിലാണ്. അപ്പോൾ ഞങ്ങൾ അവിടെ ചെന്ന് അമ്മേൻ്റെ കെയർ ഓഫിൽ ഒരു കോഫി ഞാനും അല്ലുട്ടനൊരു ഐസ്ക്രീമും കഴിച്ചു. പിന്നെ ഇതാ അവിടുത്തെ സ്റ്റാഫൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ചേച്ചിമാരൊക്കെ വന്ന് വർത്താനൊക്കെ പറഞ്ഞ് നമ്മൾ വീഡിയോ ഒക്കെ കാണുന്നവരാണ് ഇവരൊക്കെ. അപ്പോൾ ഇതാ വന്ന് വർത്താനൊക്കെ പറയുകയാണ്. വൈശാട്ടം പോയ കഥ, ഞാൻ മുടി വെട്ടിയ കഥ, ഞാൻ ഫോൺ എടുത്ത കഥ എല്ലാം എൻ്റെ അമ്മ അറിയുന്നതിന് മുമ്പേ ഓരൊക്കെ അറിഞ്ഞുണ്ട് കേട്ടോ. കാരണം ഇത്തരം കാര്യങ്ങൾ ഞാൻ ആദ്യമേ അമ്മയോട് പറയാറില്ല. പറഞ്ഞു തരുന്നത് അവിടം കൊണ്ട് സ്റ്റോപ്പ് ആവുമെന്ന് എനിക്കറിയാം, മുടി വെട്ടുന്ന കാര്യമൊക്കെ എസ്പെഷ്യലി. പക്ഷേ ഇത്തവണ മുടി വെട്ടിയപ്പോൾ അമ്മ ഭയങ്കര സപ്പോർട്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് എൻ്റെ തറവാട്ടിലേക്കാണ് ഞാൻ പോകുന്നത്, ശോഭിക വെഡിങ് മോൾ. അപ്പോൾ ഇത് അടുത്ത വ്ളോഗിൽ ബാക്കി കാണാം. ചാച്ചാ.